വായിക്കാം. 127 സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം. മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലമാണ്. ഇത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന 2 വാക്കുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഒന്ന്, തലമുറകളെക്കുറിച്ച് അവിടെ പറയുന്നത്, ആമേൻ, ഇത് ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് ആൻഡ് റിവാർഡ് ഫ്രം ദ ലോർഡ്. ദൈവത്തിങ്കിൽ നിന്നുള്ളൊരു ദാനമാണ്. മക്കൾ യഹോവ നൽകുന്ന ഒരു അവകാശമാണ്. ഉദരഫലം അവൻ തരുന്ന ഒരു പ്രതിഫലമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളും, ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾ തിരിച്ചറിയണം, ഇത് ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ്. ഗിഫ്റ്റാണ്. മക്കൾ ദൈവം നൽകുന്ന ഗിഫ്റ്റാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ട് ഗിഫ്റ്റാണ്. എപ്പോഴാണ് ഗിഫ്റ്റ് കിട്ടുന്നത്? എന്തിനാണ് ഗിഫ്റ്റ് കിട്ടുന്നത്? എപ്പോഴാണ് ഗിഫ്റ്റ് കിട്ടുന്നത്? ഹലോ, കേൾക്കുന്നില്ല. എപ്പോഴാണ് ഗിഫ്റ്റ് കിട്ടുന്നത്? ഇഷ്ടമുള്ളപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാം. റൈറ്റ്. എപ്പോഴാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്? അതിനൊന്നുകൂടെ പറയാം. സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്ന് താല്പര്യമുള്ള സമയങ്ങൾ കൈമാറാനുള്ളതാണ് ഗിഫ്റ്റ്. പക്ഷെ നമ്മളതിനെ ഭയങ്കര ഒക്കേഷണൽ ബേസ്ഡ് ആക്കി മാറ്റി. വെഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ ഒരു ഗിഫ്റ്റ്, ബർത്ത്ഡേ ആണെങ്കിൽ ഒരു ഗിഫ്റ്റ്, ഒക്കേഷൻ വെച്ചാണ് നമ്മളുടെ ഗിഫ്റ്റ്. പക്ഷെ തിരുവചനത്തിനകത്ത് കർത്താവ് തരുന്ന ഗിഫ്റ്റ് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തെ നോക്കി, ഒക്കേഷൻ നോക്കിയുള്ളതല്ല. ദൈവം തരുന്നത് ഇഷ്ടമുള്ളപ്പോൾ തരുന്നതാണ്, ഇഷ്ടം തോന്നുമ്പോൾ തരുന്നതാണ്, താല്പര്യമുള്ളപ്പോൾ തരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നുമ്പോൾ, എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നുന്ന വ്യക്തിക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കും. ഹല്ലേലൂയ. അപ്പം മക്കളെ സംബന്ധിച്ച് തിരുവചനത്തിനകത്തോട് പറയണം, ഇത് എൻ്റെ മോനാന്നും പറഞ്ഞ് ആരും മസിൽ പിടിക്കരുത്. നോ. എൻ്റെ കുഞ്ഞാന്നും പറഞ്ഞ് നോ. ഇത് ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. ആ വേർഡ് വളരെ നിങ്ങൾ തിരിച്ചറിയുക. ഓക്കെ. അതുകൊണ്ട് ഈ ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഇതിനൊരു ഭയങ്കര പ്രത്യേകത ഉണ്ടല്ലേ. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾ എങ്ങനെ എന്നെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയത്തില്ല. അലക്ഷ്യമായി നടക്കുന്നവരും മാനസിക ബുദ്ധിമുട്ടുള്ളവരുമാണ് ഗിഫ്റ്റുകളെ ഹോണർ ചെയ്യാതെ പോകുന്നത്. എൻ്റെ പദം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു അനുഭവത്തിൽ എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയിട്ട് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കുക. ഞാൻ ഏറ്റവും ഇതായിട്ട് ബിന്ദുവിനെ തന്നെ പിടിച്ചോട്ടെ, ചമ്മിയിരിക്കുവാന്ന് എനിക്കറിയാം. ഇനി ബാ, ഇനി എഴുന്നേറ്റ് വാ, ബാ ബാ ബാ. കാരണം അതൊന്ന് തെളിയിക്കണമെങ്കിൽ അതിൻ്റെ ഒരു ഇത് വരണം. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 26. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ടെന്ന് ചോദിക്കുമായിരുന്നു. 26 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഒരു ഡ്രസ്സ് നോർമലി എത്ര വർഷം സൂക്ഷിക്കാൻ പറ്റും മനോജ് വാസേ? 2 3 വർഷം, 4 വർഷം, 5 വർഷം. ഇപ്പം ഞങ്ങളുടെ നെവിൻ്റെ കണക്ക് കൂട്ടിയാൽ ഒരു 6 7 വർഷമാണ് അവൻ ഒരു ജോഡി ഡ്രസ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവൻ്റെ കണക്ക് തന്നെ ഞാൻ പിടിക്കാം, ഒരു 7 വർഷം. പക്ഷേ ഇന്ന് ബിന്ദുവിൻ്റെ കബോർഡ് തുറന്ന് ഈ ആരാധന കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുക, ഞാൻ ഫസ്റ്റിലെ വാങ്ങിച്ചു കൊടുത്ത ചുരിദാർ എന്തിയെന്ന് ചോദിച്ചാൽ അത് ആ കബോർഡിനകത്ത് ഇരിപ്പുണ്ട്. ഉള്ള സത്യം പറഞ്ഞാൽ വിവാഹത്തിന് ഉടുക്കുന്ന സെക്കൻഡ് സാരി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. നമുക്ക് എത്ര രക്ഷിക്കപ്പെട്ടാലും മാറാത്ത ചില സമ്പ്രദായങ്ങൾ നമ്മളെ പിന്തുടരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ. അമ്മേ, അത് പക്ഷേ എന്താ പറഞ്ഞ, ചതലടിച്ചു പോയതല്ലല്ലോ, പൊടിഞ്ഞു പോയി. അത് പോയി. പക്ഷേ ഈ സാധനം ഇരിപ്പുണ്ട്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ നോക്കുമ്പോൾ ഡ്രസ്സെല്ലാം എടുത്ത് അടുക്കി വെക്കുന്നിടത്ത് ഇതെടുത്തുകൊണ്ട് വന്നു. അന്നത്തെ ശരീരവും ഇന്നത്തെ ശരീരവുമായിട്ട് ഒന്ന് ഇരട്ടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒന്ന് ഡബിളായി. പക്ഷേ ഇടാനൊക്കത്തില്ലെങ്കിലും ഞാൻ നോക്കിയപ്പോൾ അതൊക്കെ ഇട്ട് റൂമിനകത്തൊന്ന് നിൽപ്പുണ്ട്. സ്തോത്രം.
കാരണം ആ ഗിഫ്റ്റിനോടുള്ള വാല്യൂ നിങ്ങൾക്കത് പിടികിട്ടാൻ വേണ്ടിയാണ്. എന്നാൽ അലക്ഷ്യമായി നടക്കുന്നവരും മാനസികമായ വൈകല്യങ്ങൾ ബുദ്ധിമുട്ടുള്ളവരും ഗിഫ്റ്റിനെ വിലയേറിയതായി കാണത്തില്ല. പ്രൈസലോ. ഞാനിത് പറയുമ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയ എത്രയോ സംഭവങ്ങൾ നമുക്ക് എവിടെയൊക്കെയോ സേഫായിട്ട് നമ്മൾ സൂക്ഷിച്ചു. അതിൻ്റെ വിലയല്ല വിഷയം, അതിൻ്റെ വാല്യൂ ആണ് വിഷയം. അപ്പം മക്കളെ തിരിച്ചറിയേണ്ടത് ഒരു കുഞ്ഞ് ജനിച്ചു എന്നല്ല, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു, ശാരീരികമായ ജീവിതത്തിനകത്തേക്ക് ആരോഗ്യത്തോടെ പ്രവേശിക്കുമ്പോൾ ദൈവം തരുന്നൊരു തലമുറ എന്നതല്ല മക്കളെ, അതല്ല. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. ഇത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്, ഒരു ദാനമാണ്. അതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ വലുതാണ്, ഇതിൻ്റെ വാല്യൂ വലുതാണ്. അതിനെ നോക്കിയിട്ടാണ് വചനം പറയുന്നത് നമുക്കിതിനെ സൂക്ഷിക്കേണ്ട ചില ഗൗരവപരമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാനതിലേക്ക് വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. നിങ്ങൾ ആമേൻ ശ്രദ്ധിക്കുക. സദൃശവാക്യം 22-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. എല്ലാവരും എന്നെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കുക. ഇന്ന് ഈ കുഞ്ഞിൻ്റെ ഡെഡിക്കേഷൻ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വചനഭാഗത്തിലേക്ക് പോകുന്നത്. അത് സത്യമായ കാര്യമാണ്. എങ്കിലും ആമേൻ അതിനപ്പുറം ഇതൊരു ദൈവിക ഇടപെടലായി നിങ്ങൾ ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനാപൂർവം സദൃശവാക്യം 22-6 ആരഭ്യസിപ്പിക്കണം? ഒരു കുഞ്ഞ് ജനിച്ചു, അത് ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദാനത്തെ ദൈവം നമ്മുടെ കയ്യിൽ നൽകിയിരിക്കുകയാണ്. എനിക്ക് ജനിച്ച മക്കൾ വേറെതെങ്കിലും രാജ്യത്ത് ജനിക്കാമായിരുന്നു. ഞാൻ കുഞ്ഞുങ്ങളോട് ഇടയ്ക്ക് പറയുന്നത് പോലെ ഒരു ഓപ്ഷൻ നമുക്കുണ്ടായിരുന്നെങ്കിൽ സത്യമായും ഇവിടെ ഇരിക്കുന്ന ആരും മലയാളിയായി ജനിക്കില്ലായിരുന്നു. ഹലോ, ഇടയ്ക്ക് GCHലെ മക്കളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും ജനിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എവിടെ ജനിക്കുമെന്ന് ചോദിച്ചപ്പം വന്ന നല്ലൊരു ശതമാനം മറുപടിയും അമേരിക്ക ജനിക്കണമെന്നായിരുന്നു. അവർക്ക് ആർക്കും ഈ കേരളത്തിൽ ജനിക്കണമെന്ന് ആഗ്രഹമില്ല. അപ്പൻ്റെ അമ്മയുടെയും പേരൊക്കെ പറഞ്ഞപ്പോൾ അവർക്കൊന്നും അവരുടെ കൂടെ ഒന്നും ജനിക്കണമെന്ന് ഒരാഗ്രഹമില്ല. സത്യമായിട്ട് ഇവർക്കൊന്നും ഒരാഗ്രഹമില്ല. പക്ഷെ ഒരു ഓപ്ഷൻ ഇല്ലാതെ ദൈവം നമുക്ക് നൽകിയതല്ലേ നമ്മുടെ ജനനം. ഹല്ലേലൂയ. അപ്പം മാതാപിതാക്കളായ നമ്മൾ തിരിച്ചറിയേണ്ടത്, തിരിച്ചൊന്ന് പുറകോട്ട് പോകുക, എത്രയോ മേഖലകളിൽ എത്രയോ കുടുംബങ്ങളിൽ തലമുറകളില്ലാതെ ഭാരപ്പെടുമ്പം ദൈവം നമുക്ക് നൽകിയ തലമുറകളെ ദൈവത്തിൻ്റെ ദാനമാണെന്നറിഞ്ഞ് വാക്യം വായിക്കുന്നു. സദൃശവാക്യം 22:6 ബാലൻ നടക്കേണ്ടുന്ന വഴിയെ. എൻ്റെ ചോദ്യം ഇതാര് ചെയ്യണം? പ്രിയ കുഞ്ഞിനെ നമ്മളിപ്പോൾ ഡെഡിക്കേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകുക. ദൈവം നൽകിയ തലമുറയെ ദൈവക്ക് വേണ്ടി അല്ലെ ദൈവിക അനുഭവത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുകയാണ്. പക്ഷെ സത്യമായിട്ടും ആ കുഞ്ഞിതിനെക്കുറിച്ചൊന്നും വലിയ ബോധ്യമുള്ള ഒരു പ്രായം ആ കുഞ്ഞിനായിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ബോധ്യത ആരുടെ അകത്തുണ്ടാകണം? മാതാപിതാക്കളുടെ അകത്തുണ്ടായിരിക്കും. ഒരു കുഞ്ഞിൻ്റെ ബെസ്റ്റ് സ്കൂൾ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആ കുഞ്ഞിൻ്റെ വീടാണ്. ഒരു കുഞ്ഞിൻ്റെ ബെസ്റ്റ് ടീച്ചേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ അഭിമാനത്തോടെ പറയും ആ കുഞ്ഞിൻ്റെ പേരൻസാണ്. CBC ആകാം, ICSE ആകാം, സ്റ്റേറ്റ് ബോർഡ് ആകാം, നാം ബന്ധപ്പെട്ട് വില മുടക്കി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്കകത്ത് അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. ടീച്ചേഴ്സായി ജോലി ചെയ്തവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. നമ്മൾ പിന്നത്തേതിൽ എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്തിരിക്കാറുണ്ടോ? ഹലോ, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന മക്കളില്ലേ? ഇപ്പോഴും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തിരിക്കാറുണ്ടോ? പക്ഷെ ആ കുഞ്ഞുങ്ങളുടെ ഞരക്കമറിയുന്ന, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ എബ്രഹാം പാസ്റ്റർ പ്രസംഗിച്ചൊരു പ്രസംഗത്തിനകത്ത് വളരെ വ്യത്യസ്തമായി താൻ കോട്ട് ചെയ്തിരിക്കുന്ന ഒരു എക്സാമ്പിളുണ്ട്. ഒരു മാർവിൽ കിടക്കുന്ന, ഒരമ്മയുടെ മാർവിൽ കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ഞരക്കത്തെക്കുറിച്ച്. ആ ഹൃദയം അത് തിരിച്ചറിയും. അപ്പോൾ എന്നെ കേൾക്കുന്ന മാതാവേ, എന്നെ കേൾക്കുന്ന പിതാവേ, ഇന്ന് നമ്മൾ തിരിച്ചറിയണം
നമ്മുടെ കുഞ്ഞുങ്ങളെ വചനത്തിൽ വളർത്താനുള്ള ഉത്തരവാദിത്വം അത് നമ്മുടേതാണ്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. അപ്പച്ചന്മാർ പറഞ്ഞ ഒരു പഴഞ്ചൊല്ലുണ്ട്, അടയ്ക്കയാണെങ്കിൽ മടിയിൽ വയ്ക്കാം, അടയ്ക്ക മരമായാൽ കവുങ്ങായാൽ. സൈക്കോളജിസ്റ്റുമാർ ഇവിടെയുണ്ട്, സൈക്കോളജി കൗൺസിലിംഗ് ചെയ്യുന്നവരും പഠിപ്പിക്കുന്നവരും എന്നെ കേൾക്കുന്നുണ്ട്. ആമേ, ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യണം. ഒരു കുഞ്ഞിനെ ഉപദേശത്തിൽ ശിക്ഷണത്തിൽ വളർത്തേണ്ടുന്ന പ്രായം ഞാൻ മനസ്സിലാക്കിയത് 6 വയസ്സിൽ താഴെയാണ്. ഒരു കൊച്ചിനെ നിങ്ങൾ അടിക്കുന്നെങ്കിൽ, ശിക്ഷ കൊടുക്കുന്നെങ്കിൽ 6 വയസ്സിൽ താഴെ കൊടുക്കണം. ഒരു കുഞ്ഞിന് വചനം കൊടുക്കുന്നെങ്കിൽ 6 വയസ്സിൽ താഴെ കൊടുക്കണം. ഒരു കുഞ്ഞിനെ നിങ്ങൾ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നെങ്കിൽ 6 വയസ്സിൽ താഴെ പ്രായത്തിൽ. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് തുറന്നു കൊടുത്തിട്ട് പറയണം, കർത്താവേ, എനിക്ക് നൽകിയ തലമുറകളെ ഞാൻ അഭ്യസിപ്പിക്കും. വൃദ്ധനായാലും അത് വിട്ടുമാറത്തില്ല. അപ്പം നമ്മുടെ വാക്കിതാണ്. ഒരു മാതാവിൻ്റെ ഒരു പിതാവിൻ്റെ, പ്രിയ റിമൽ, സാറ, കുഞ്ഞുങ്ങളെ നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും നല്ല ജോലി ചെയ്യുന്നവരാണ്, നിങ്ങൾ തിരക്കുള്ളവരാണ്. പക്ഷേ ദൈവവചനം തലമുറയെ പഠിപ്പിക്കാൻ സമയം കണ്ടെത്തണം. വചനത്തിൽ തലമുറയെ വളർത്തണം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 40-ാമത്തെ വാക്യം വായിച്ച് യേശുവെക്കുറിച്ച് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്സ് അത് ഇന്ന് പകൽ നമ്മുടെ തലമുറകൾക്ക് വളരെ അനുഗ്രഹമായി മാറട്ടെ. ലൂക്കോസ് 2:40 വേഗത്തിൽ. പൈതൽ വളർന്നു, പൈതൽ വളർന്നു. എല്ലാവരും പറഞ്ഞാട്ട്, പൈതൽ വളർന്നു. കഞ്ഞി കൊടുത്താലും കൊച്ചു വളരും, ബിരിയാണി കൊടുത്താലും കൊച്ചു വളരും. ഇനി തിരിച്ചൊന്നുകൂടെ പറയാം, ഇത് രണ്ടും കൊടുക്കാൻ നിവൃത്തിയില്ലെങ്കിലും കൊച്ചു വളരും. അതവിടെ കൊണ്ട് ഞാൻ നിർത്തുക. പൈതൽ വളർന്നു, പക്ഷെ ജ്ഞാനം നിറയണം. ഒരപ്പൻ എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ, ഞാനും ഒരു പിതാവാണ്, ആ പൊസിഷനിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മുടെ തലമുറകൾക്ക് ജ്ഞാനം കൊടുക്കണം. എത്ര പേർ ചേർന്ന് ഒരാമേൻ പറയും? ഇത് പറയുമ്പോൾ എനിക്കറിയാം സത്യമായിട്ട് നമ്മുടെ അകത്ത് വരുന്നൊരു ചിന്ത, നല്ല സ്കൂളിൽ വിട്ടു കൊച്ചിനെ പഠിപ്പിക്കണമെന്ന്. അതല്ല ഞാൻ. അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, നോളജ് ഉണ്ട്, വിസ്ഡമുണ്ട്. വില കൊടുത്ത് നാം അയക്കുന്ന സ്കൂളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത് നോളജാണ്, അറിവുകളാണ്. കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നു, അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നു, അവർ മനസ്സിലാക്കുന്നു. അതെങ്ങനെ മനസ്സിലാക്കുന്നത്? കാണുന്നതിലൂടെ, കേൾക്കുന്നതിലൂടെ അവരത് മനസ്സിലാക്കുന്നു. പക്ഷേ നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയത് നോളജിനപ്പുറം, അണ്ടർസ്റ്റാൻഡിങ്സിനപ്പുറം നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയത് വിസ്ഡമാണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു. വിസ്ഡം നിറഞ്ഞു. ഈ വിസ്ഡം എവിടുന്നാണ് കിട്ടുന്നത്? യഹോവാഭക്തി. അത് ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. അപ്പൊ ദൈവഭക്തിയോടെ തലമുറകളെ വളർത്തുക എന്നുള്ളതാണ് ഒരപ്പനെ സംബന്ധിച്ച്, ഒരമ്മയെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ല ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് നാം മറന്നു പോകരുത്. ജ്ഞാനം നിറഞ്ഞു. അടുത്തത് ആത്മാവിൽ. ആണോ? മാതാപിതാക്കളെ ശ്രദ്ധിക്കണം. നമ്മുടെ ലൈഫിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഭാഷ ഞാൻ ഉപയോഗിച്ചോട്ടെ, വിശ്വാസത്തിലാണെന്ന് പറയുകയല്ല, അവരഭിഷേകത്തിലാകണം, ആത്മാവിലാകണം. ഞാൻ ഈ ദിവസങ്ങൾ ചില അനുഭവങ്ങളെയൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ട് ഞാനും പ്രിയ ബിന്ദുവിടെ ഞങ്ങൾ പറഞ്ഞു, പലരും വിശ്വാസികളാണ് പക്ഷേ ആത്മീയരല്ല.
ആത്മീയരല്ല. പല മേഖലകളിൽ നമ്മൾ പറയും നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ ക്രിസ്തുവിൽ എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ആ വ്യക്തിയുടെ അകത്ത് ആത്മീയത വേണമെന്നില്ല. ആത്മീയത വേണമെങ്കിൽ അവൻ ആത്മാവിൽ നിറയണം. ആത്മാവിൽ നിറയണം. അപ്പോൾ ഒരു തലമുറയെ ആത്മാവിൽ നിറയാൻ ബന്ധപ്പെടുന്ന, ഏൽപ്പിക്കുന്ന ഒരാത്മീയ അനുഭവം നമ്മുടെ അകത്തുണ്ടാകണം. ആത്മാവിൽ നിറഞ്ഞു. അടുത്ത നോക്കിയേ, ദൈവത്തിൻ്റെ കൃപയും അവൻ്റെ മേൽ. ആത്മീയനായി മാറിയാൽ തലമുറയുടെ മേൽ ദൈവകൃപ നിലനിൽക്കും. അപ്പോൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഒരു നല്ല വിശ്വാസിയായിട്ട് എൻ്റെ കുഞ്ഞിനെ മാറ്റണമെന്നല്ല, ആത്മാവുള്ളവളായി, ആത്മാവുള്ളവനായി എൻ്റെ തലമുറയെ മാറ്റണേ. ഈ പ്രാർത്ഥന നമ്മുടെ അകത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം എന്ന് വായിച്ചാട്ട്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം യേശു പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ. ഇതിനെ ഈ കാലഘട്ടം നോക്കി ഞാൻ അല്പം വ്യത്യസ്തമായിട്ട് പറയുക. ഏത് ലെവലിൽ പഠിക്കുന്ന ഒരു തലമുറയാണ് നമുക്കുള്ളതെങ്കിലും ദൈവീക വിഷയങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് അതിനെ വേറൊരു പരിപാടിക്ക് വിടരുത്. ഞാനത് ധൈര്യത്തോടെ പറയും. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അങ്ങനെ വളർത്തിയത്. ബോർഡ് എക്സാം നടക്കുന്ന സമയത്ത് പോലും ആരാധന മുടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ബോർഡ് എക്സാം നടക്കുന്ന സമയത്ത് പോലും പ്രാർത്ഥനാ അനുഭവത്തിനകത്തു നിന്നും മാറി നിൽക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കാരണം എനിക്കറിയാം, ആമേൻ, അവർക്ക് വേണ്ടിയത് നോളജ് അല്ല, അവർക്ക് വേണ്ടിയത് വിസ്ഡമാണ്. ഇന്ന് പല മേഖലകളിലും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ തടയുകയാണ്. എന്തിനാ തടയുന്നത്? ദൈവിക വിഷയത്തിൽ. നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കില്ലേ ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുമ്പോൾ? വഷളായി പോകുന്നൊരു തലമുറയുള്ള കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. അതുകൊണ്ട് ഞാനിതിനെ അല്പം ഗൗരവത്തോടു കൂടെ നിങ്ങളോട് പറയുകയാണ്. നമുക്കെന്തെങ്കിലും കുഞ്ഞിനൊരു ക്ഷീണമാണെങ്കിൽ നമ്മൾ പറയും ഇന്ന് ചർച്ചിൽ പോകണ്ട. പക്ഷെ പിറ്റേ ദിവസം രാവിലെ 9 മണിയാകുമ്പോൾ ആ കൊച്ചിനെ നമ്മൾ ഒരുക്കി സ്കൂളിൽ അയക്കും. ആണോ അല്ലയോ? സ്കൂളിൽ വിടരുതെന്നല്ലേ ഞാൻ പഠിപ്പിച്ച്? സ്കൂളിൽ വിടണം, പോകണം, നന്നായി പഠിക്കണം. പക്ഷേ ആരാധനയും ദൈവികവുമായ കാര്യത്തിൽ നിന്റെ തലമുറയെ മാറ്റി നിർത്തിയാൽ അത് പിന്നത്തേതിൽ തലമുറകൾക്ക് ഭയങ്കര ദോഷത്തിലേക്കായി മാറും. അതുകൊണ്ട് ഉത്തരവാദിത്വം മാതാപിതാക്കളുടേതാണ്. കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്. ഒരു കാരണവശാലും തടയരുത്. ആത്മീയ വിഷയത്തിനകത്ത് കുഞ്ഞുങ്ങളെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കാമോ അത്രത്തോളം പ്രോത്സാഹിപ്പിക്കണം. എങ്കിൽ മാത്രമേ 100% ഉറപ്പാ. ഞാൻ വീട്ടിൽ പറയുന്നൊരു കാര്യമുണ്ട്. +2 കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ കാണണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കൃപയാൽ കെവിൻ അതിനു മുമ്പേ ഇവിടെ നിന്ന് മാറി. അവൻ നെവിൻ ഇപ്പോൾ കുറച്ചുകൂടെ എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. +2 കഴിഞ്ഞ് ഉടൻ തന്നെ കെവിൻ ഇവിടുന്ന് മാറി. പക്ഷെ ഒരു കാര്യം എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, അവൻ്റെ അകത്ത് യേശു ഉള്ളതുകൊണ്ട്, യേശുവിൻ്റെ സ്നേഹത്തെ കർത്താവ് അവൻ്റെ അകത്ത് കൊടുത്തതുകൊണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല. ഒരൊറ്റ ഞായറാഴ്ച മുടക്കാൻ ആഗ്രഹമില്ലാത്തൊരു തലമുറയായി എൻ്റെ മൂത്ത പൈതന് മാറി. ഇന്നലെയും ചില വിഷയങ്ങൾക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, പപ്പ ഞാൻ പക്ക പെന്തക്കോസുകാരനാണെന്ന് ഞാൻ പറയും. പെന്തക്കോസിൻ്റെ ആത്മീയ അനുഭവത്തിന് അപ്പുറത്തോട്ട് എനിക്ക് ചലിക്കാനൊക്കത്തില്ല. അതെൻ്റെ വാക്കായിരിക്കും, എൻ്റെ തീരുമാനങ്ങൾ അങ്ങനെ ആയിരിക്കും. സത്യത്തിൽ ചില സ്റ്റേറ്റ്മെൻറ്റ്സിൽ കേട്ടപ്പോൾ ഞങ്ങളൂടെ എന്താ പറയണ്ടേ, ഒരിതായി. കർത്താവ്, ഇത്രത്തോളം ഒരു ബന്ധം ദൈവവുമായിട്ട് അവൻ്റെ അകത്തുണ്ടോ? അമ്മേ, ഞാൻ എന്താ മക്കളെ, ഇതെൻ്റെ ലൈഫ് ഞാൻ തുറന്ന് നിങ്ങളോട് പറയുകയാണ്. തടയരുത് കുഞ്ഞുങ്ങളെ.
ആത്മീയ വിഷയത്തിൽ തടയരുത്. സൺഡേ സ്കൂളിന് വിടാൻ നിങ്ങൾ കുഞ്ഞുങ്ങളെ തടയരുത്. ആമേൻ. ആരാധനയ്ക്ക് വിടാൻ നിങ്ങൾ കുഞ്ഞുങ്ങളെ തടയരുത്. ആ സമയം വേറെ ഒന്നിനും നിങ്ങൾ മക്കളെ വിടരുത്. കർത്താവ് പറയുന്നു, നിങ്ങളുടെ സഭാരാധനകളെ ഉപേക്ഷയായി വിചാരിക്കരുത്. അത് അപ്പനും അമ്മയും അവൻ കുഞ്ഞുങ്ങളെ കാണിച്ച് മനസ്സിലാക്കി കൊടുക്കണം. ദൈവികമായ വിഷയത്തിൽ നമ്മൾ ഗൗരവമുള്ളവരായി മാറിയില്ലെങ്കിൽ, നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കൽ, ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇത്രത്തോളം വില കൊടുത്തു നിൽക്കുന്ന മാതാപിതാക്കളുടെ തലമുറകൾ പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ലോകത്തിൽ വന്നിരിക്കെ, ഉദാസീനരായ, അലസരായ, ഫ്ലെക്സിബിളായ ഒരു സ്പിരിച്വൽ ലൈഫിൻ്റെ അനുഭവത്തിലാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതമെങ്കിൽ വരുന്ന അടുത്തൊരു തലമുറ എങ്ങോട്ടായിരിക്കും? സ്തോത്രം. അതുകൊണ്ട് ഞാൻ പ്രിയ മക്കൾ റിമലിനോടും സാറയോടും പറയുകയാണ്, മക്കളെ, ദൈവവചനത്തിൽ യെശയ്യാപ്രവചനം 49:15 വായിച്ചു പെട്ടെന്ന് നമ്മൾ ആ കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യെശയ്യാപ്രവചനം 49:15. ഒത്തിരി വചനങ്ങൾ തലമുറകളുമായി ബന്ധപ്പെട്ട് എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് നൽകിയത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വചനം കൂടെ വായിച്ച് നമ്മൾ ആമേൻ അവിടുന്ന് കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യെശയ്യാപ്രവചനം 49:15. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതെ ഇരിക്കുമോ? ആ വാക്ക് ശ്രദ്ധിച്ചേ. അവർ മറന്നു കളഞ്ഞാലും. ഇങ്ങനെ ദൈവത്തെ കൊടുക്കാൻ പറ്റിയാൽ അപ്പന് ചെയ്യാൻ പറ്റാത്തത് ദൈവം തലമുറകൾക്ക് വേണ്ടി ചെയ്യും. അമ്മയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് ദൈവം തലമുറകൾക്ക് വേണ്ടി ചെയ്യും. തിരിച്ചു പറയാം, ദൈവം മനുഷ്യൻ മറന്നാലും, മാതാവും പിതാവും മറന്നാലും മറക്കാത്തൊരു ദൈവമാണ്.